കോഴിക്കോട് മാവൂരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് തകർന്നു. സൗത്ത് അരയങ്കോടാണ് അപകടമുണ്ടായത്. കക്കാടംപൊയിൽ സ്വദേശി ജോമേഷ് താമസിക്കുന്ന വാടക വീടാണ് തകർന്നത്. പുതിയ സിലിണ്ടർ കണക്ട് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്തതിന് പിന്നാലെയായിരുന്നു പൊട്ടിത്തെറി. വീട്ടുകാർ പുറത്തേക്ക് ഓടി മാറിയതിനാൽ വലിയ അപകടമൊഴിവായി. രക്ഷാപ്രവർത്തനത്തിന് എത്തിയ അയൽവാസി ഇസ്മായിലിന് കാലിന് പരിക്കേറ്റു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന്. മിഥില, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് രാവിലെ 7:30-ക്കാണ് ഈ ഒരു അപകടമുണ്ടായത്. പുതിയ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യുന്നതിനിടയിലാണ്. കണക്ട് ചെയ്തു. പിന്നീട് ഈ ഗ്യാസ് കത്തിക്കുന്നതിനിടെ ആദ്യം സിലിണ്ടറിലേക്ക് തീ പടരുകയായിരുന്നു. പിന്നീട് ഒരു 10 മിനിറ്റ് കഴിയുന്നതിനിടയിൽ തന്നെ ഈ ഗ്യാസ് സിലിണ്ടർ വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വീട്ടുസാധനങ്ങളെല്ലാം തന്നെ നശിച്ചിട്ടുണ്ട്. വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്ന പണവും കത്തി നശിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള മദ്രസയ്ക്കും നാശനഷ്ടങ്ങളുണ്ടായി. തൊട്ടടുത്തുള്ള തെങ്ങിന് തീപിടിച്ചു. രാവിലെ 7:30-യോടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്ന ഒരു കാര്യം, ഈ വീട്ടുകാർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായത്. അതേസമയം തന്നെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ പ്രദേശവാസിയായ ഇസ്മയിലിന് കാലിന് ചെറിയ രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും മറ്റാർക്കും പരുക്ക് പറ്റിയിട്ടില്ല. അതേസമയം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അപകടമാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, തീ ആളിക്കത്തുന്നുണ്ട്. വലിയൊരു അപകടമാണ് ഈ ഒരു സമയത്ത് ഒഴിവായത് എന്ന് തന്നെ പറയണം. ഉന്മേഷ്, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് 12,000 രൂപ ഉണ്ടായിരുന്നു. അത് കത്തിപ്പോയി. പിന്നെ മേശ, കട്ടില്, ബെഡ് പോയി. പിന്നെ പെരേന്റെ എല്ലാം ചനൽ ചില്ല് എല്ലാം പോയി. മദ്രസേന്റെ വാതില് ഒക്കെ കത്തിപ്പോയി. അങ്ങനെ ഒരു ചേട്ടന് കാലിന് പൊള്ളലേറ്റ്. 7:45 രാവിലെ കൊണ്ടുവന്നേ ഉള്ളൂ. ഗ്യാസ് തീർന്നപ്പോൾ ആരും വിളിച്ചു പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് ഗ്യാസിന്റെ അടുപ്പിലേക്ക് തീ കത്തിച്ചപ്പോൾ അടിയിലാക്കി വെച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് ചാടി അവിടെ ഉസ്താദുമാരെ വിളിച്ച് പിന്നെ ഇക്കായി വന്നു. അയൽവക്കക്കാരെല്ലാവരും കൂടി വന്നു. ഇത് കുറെ കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊട്ടിത്തെറി.